ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായാലും വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു മടി പിടിച്ചു കേട്ടോ. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ, അതായത് വീഡിയോസ് കണ്ടിട്ട് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ചില ഞാൻ ഫേസ് പാക്കുകളൊക്കെ ഇട്ടതൊക്കെ അവർക്ക് നന്നായിട്ട് വർക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ, അതായത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഒരു ഫേസ് പാക്ക് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് വർക്കാവുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിപ് കെയർ വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ ലിപ് കെയർ ഓൾറെഡി ചെയ്തിട്ട് അതായത് ലിപ് കെയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ലിപ്പ് കണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ലിപ്പ് ഇരിക്കുന്നുണ്ട് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട്. അത്യാവശ്യം എന്താണ്, ഒരു ലിപ് കെയർ ചെയ്തതിന് ശേഷം എൻ്റെ ചുണ്ടിലുള്ള ഒരു എന്താ പറയുക ഡെഡ് സ്കിൻസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്, ചുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയൊരു ഗ്ലോയിങ് പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഒരു ലിപ് സിറം കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ലിപ് കെയർ ചെയ്തതിന് ശേഷം എൻ്റെ ലിപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവരിലും ഇതുപോലെ ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആയി പോണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ. അത് മാത്രമല്ല ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്യണം, ലിപ്പിലുള്ള ഡാർക്ക് കളർ പോകണം, നാച്ചുറലി നല്ലൊരു പിങ്ക് കളർ നമുക്ക് ലിപ്സിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഹോം റെമഡിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലിപ് കെയർ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ലിപ്പ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ലൊരു ഡെഡ് സ്കിൻസ് ഒക്കെ പോയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് ഡാർക്ക് കളർ ചെറുതായിട്ട് ഉണ്ടായും, പക്ഷെ ഞാൻ ലിപ് കെയർ ചെയ്ത് അത് കുറച്ച് കുറഞ്ഞു കേട്ടോ. ഡാർക്ക് കളർ എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ ഞാൻ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലിപ് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് കളറൊക്കെ പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നാച്ചുറലി നല്ലൊരു പിങ്ക് കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആവുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഡാർക്ക് ലിപ്പൊക്കെ നമുക്ക് മാറ്റാം, വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ മാറ്റാം, എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒരു ആര്യ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്നതാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര നമുക്ക് ലിപ്പിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. തരി പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ പൊടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റോ ആയിട്ട് ഇടുകയാണെങ്കിൽ ഇടാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് നാരങ്ങ നീരാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർക്കുക, ചുണ്ടിന് ഒരു പുളിപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിവാക്കിയിട്ട് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു തക്കാളിൻ്റെ കുറച്ച് ഒരു 2-3 ഡ്രോപ്സ് തക്കാളിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. ഇത്രയാണ് ഫസ്റ്റ് നമ്മുടെ ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ മാറണം, സ്കിന്നൊന്ന് സോഫ്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡെഡ് സ്കിൻസ് നമ്മുടെ ചുണ്ടിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് ഈ തൊലി പോലെ എന്താ പറയുക അടർന്ന് പോവുക, പിന്നെ കറുത്ത് അതിൻ്റെ മേലെ ചുറ്റും കറുപ്പ് കളർ വരിക, പിന്നെ ലിപ്സ്റ്റിക് ഇടുമ്പോഴൊക്കെ ഒരുമാതിരി എന്താ പറയുക ചുണ്ട് എങ്ങനെ ഒരുമാതിരി മൊരി പോലെയൊക്കെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഈ ഡെഡ് സ്കിൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ചുളിവ് ഉള്ള ചുണ്ടുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിങ്ങനെ കുറച്ച് നാളൊക്കെ നമ്മളിതുപോലെ ഹോം റെമഡി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ട് നല്ലൊരു ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചുണ്ടിൽ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കല്ല വേണ്ടത്, കുറച്ച് സ്മൂത്തായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിലോ ഹണിയോ എന്ത് വേണമെങ്കിൽ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം ചുണ്ടിൽ ഈ കറുപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചൂട് എന്താ പറയുക ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ചുണ്ടിലൊക്കെ നമ്മൾ ചൂട് ഒരുപാട് തട്ടുകയാണെങ്കിലൊക്കെ ഇതുപോലെ ഡാർക്ക് ലിപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതിയും ഡെഡ് സ്കിൻസൊക്കെ മാറിയിട്ടുണ്ടാവും, ഒരുപാടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യുക, അപ്പോൾ തന്നെ എൻ്റെ കുറച്ച് ഡെഡ് സ്കിൻസൊക്കെ മാറി. പിന്നെ ഞാൻ അതായത് ലിപ്പിലൊരു ഡ്രൈനെസ് പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇനി ബാക്കി എന്തെങ്കിലും ഡെഡ് സ്കിൻസൊക്കെ ഉണ്ട് നമ്മുടെ ചുണ്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും ചുണ്ട് നല്ല സ്മൂത്ത് ആവാനും ഈ ഓയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻസ് കൂടാനൊക്കെ നാച്ചുറൽ നമുക്ക് പിങ്ക് ലിപ്പ് കിട്ടാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം മസാജ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. അതാണ് ഞാൻ ചെയ്യണത്. ഇതാണ് ഞാൻ മാസത്തിൽ ഒരു 2 തവണയൊക്കെ ചെയ്യാറ്. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അത്രയും നല്ലതാണ്. പക്ഷേ ഡെയിലി നമ്മൾ ചെയ്താൽ നമ്മുടെ ചുണ്ട് കേടുവരും, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ.
അപ്പോൾ വൈപ്പ് ചെയ്തപ്പോൾ പകുതിയും ഉള്ള എല്ലാ ഡെഡ് സ്കിൻസും മാറി ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു മാസ്കാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ കുറച്ച് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് പെട്ടെന്ന് ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ മാറാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം വേണമെങ്കിൽ ഇതുപോലെ ജ്യൂസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജ്യൂസായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ നേരം വെക്കാം കേട്ടോ. അതല്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മാസ്ക് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി അതായത് ഡ്രൈ ആവണ വരെ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങുമല്ലോ. ഇതുപോലെ ജ്യൂസാണ് അപ്ലൈ ചെയ്തെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ മാസ്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചുണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ മാസ്ക് പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചുണ്ടിൽ ഇതുപോലെ കറുപ്പ് വരികയാണെങ്കിൽ ഒരു റീസൺ ഞാൻ പറഞ്ഞു, ചുണ്ട് നമ്മൾ ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ നമ്മൾ കുടിക്കുകയാണ്, ചൂട് ചായയൊക്കെയാണ് അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിൽ തട്ടുമ്പോൾ പെട്ടെന്ന് ഡാർക്ക് ആയി പോവും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചുണ്ടൊക്കെ അതുപോലെ നാക്കും കൊണ്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ, അതായത് നക്കണ പോലെയൊക്കെ ആക്കുകയാണെങ്കിൽ അപ്പോഴും ഡാർക്ക് കളർ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വെയിലത്ത് ഒരുപാട് പോയാലും ഇതുപോലെ ഡാർക്ക് ലിപ്പ് വരും. പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഡാർക്ക് ലിപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നല്ലൊരു ലിപ് ബാം നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ലിപ്പ് നേരെ കെയർ ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലെ ഡാർക്ക് ലിപ്പ് വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് മാസ്ക് ഒന്ന് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ ലിപ്പ് കുറച്ച് നാച്ചുറലി നമുക്ക് പിങ്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറഞ്ഞാൽ ഒറ്റ യൂസിൽ റിസൾട്ട് നമുക്ക് ചുണ്ട് നല്ല സ്മൂത്ത് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യും. പിങ്ക് കളർ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ പിങ്ക് കളർ കിട്ടുള്ളൂ കേട്ടോ. ഡാർക്ക് കളറൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ അതിനുശേഷം നിങ്ങളൊരു ലിപ് ബാം യൂസ് ചെയ്യണം. നിങ്ങൾക്ക് SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിപ് സിറം യൂസ് ചെയ്യാം. ലിപ് സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒട്ടും ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് നോ മേക്കപ്പ് ലുക്കൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ലിപ് സിറം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ഈ ഒരു ഹോം റെമഡി ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല റിസൾട്ട് കിട്ടും. സോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ് സിറം എന്ന് പറയുന്നത് ഈ ഒരു പിൽഗ്രിമിൻ്റെ ആണ് കേട്ടോ. അത് ഈ ഒരു ലിപ് സിറം എന്ന് പറയുന്നത് പിൽഗ്രിമിൻ്റെ ആണ് കേട്ടോ. ലിപ് സിറമാണ്, നമുക്കിത് ഡെയിലി നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലിപ് സിറമാണ്. ലിപ് സിറം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റിങ് ചെയ്തിരിക്കാനും അതുമാത്രമല്ല നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ, ലിപ് ഗ്ലോസ് പോലെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ലിപ് സിറം എന്ന് പറയുന്നത്. നമ്മൾ ഫേസ് സിറം, ഹെയർ സിറം ഒക്കെ കണ്ടപോലെ തന്നെ നമുക്ക് ലിപ്പിലും നമുക്ക് ഇതുപോലത്തെ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. സോ നിങ്ങളൊരു മാസത്തിൽ 2 തവണ ചെയ്താൽ മാത്രമാണ് ഇത് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഹോം റെമഡി നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടും. 2 തവണയെങ്കിലും യൂസ് ചെയ്താലാണ് നമുക്ക് ഒരു ലിപ്പിൽ ചെറിയൊരു ചേഞ്ചസ് എങ്കിലും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് 2 തവണ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ട. നിങ്ങൾ വീണ്ടും ഹോം റെമഡി ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലിപ്പ് നല്ല നാച്ചുറലി പിങ്ക് ആയിട്ട് ഡാർക്ക് കളർ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി വെച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.